കേരളത്തിലെ ആളുകൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം റൂഫിംഗ് ഷീറ്റാണ് വരുന്നത്. ഒന്ന് PPGL അല്ലെങ്കിൽ PPGI എന്ന് പറയുന്ന ഇരുമ്പ് ബേസ് മെറ്റലായ റൂഫിംഗ് ഷീറ്റും പിന്നെ അലുമിനിയം. പിന്നെ സ്റ്റോൺ കോട്ടർ മെറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു റൂഫിംഗ് ഷീറ്റ് വേറെ ഉണ്ട്. അതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചൈന പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അത് മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ PPGL PPGI നോക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് മെറ്റൽ കംപ്ലീറ്റ്ലി ഇരുമ്പാണ്. ഞാൻ ഇപ്പോൾ റൂഫിംഗ് ഷീറ്റിൻ്റെ സർവേയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും കേരളത്തിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. PPGL റൂഫിംഗ് ഷീറ്റ് അലുമിനിയം ആണല്ലോ, അതിൽ 50% അലുമിനിയം ഉണ്ട്, 60% അലുമിനിയം ഉണ്ട്, എന്തുകൊണ്ടാണ് കൂടുതൽ വില കൊടുത്ത് അലുമിനിയം റൂഫിംഗ് ഷീറ്റ് വാങ്ങേണ്ട ആവശ്യകത എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ആക്ച്വലി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതിൻ്റെ ബേസ് മെറ്റൽ PPGLൻ്റെ ബേസ് മെറ്റൽ കംപ്ലീറ്റ്ലി ഇരുമ്പായതുകൊണ്ട് തന്നെ തുരുമ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ ഒരു നേരിയ ഒരു കോട്ടിംഗ് ആണ് അലുമിനിയവും അല്ലെങ്കിൽ സിങ്കും മിക്സ്ഡുമോ അല്ലെങ്കിൽ പ്യുവർ സിങ്ക് ആയിട്ട് കൊടുക്കുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു മിനിമം മാത്രമേ അതിൽ അലുമിനിയം ഉള്ളൂ. അത് നമ്മൾ റൂഫിംഗ് ഷീറ്റ് ഇടുമ്പോൾ തുളയ്ക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുമ്പോൾ നോർമലി അത് വെള്ളവും ഓക്സിജനായിട്ടുള്ള എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 4-5 ഇയേഴ്സിനുള്ളിൽ അത് തുരുമ്പ് ഉറപ്പായിട്ട് പിടിക്കും. നമ്മളെല്ലാം പറയുമല്ലോ ഇരുമ്പാണ് അയാൾ തുരുമ്പിക്കുന്നുള്ള ഒരു വാചകം തന്നെ അത് സത്യമാണത്. പക്ഷെ അവിടെയാണ് അലുമിനിയം പ്രസക്തി വരുന്നത്. അലുമിനിയം ആകുമ്പോൾ 100% ബേസ് മെറ്റൽ അലുമിനിയമാണ്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ അലുമിനിയം കൊണ്ട് റൂഫിംഗ് ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം പ്യുവർ അലുമിനിയം പറയുന്നത് വളരെ ഫ്രാജൈലായിട്ടുള്ള ബോക്സൈറ്റിൽ നിന്ന് ഇൻഗോട്ടിലേക്കോ അല്ലെങ്കിൽ ബില്ലറ്റിലേക്കോ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക റോ മെറ്റീരിയൽ മാത്രമാണ് പ്യുവർ അലുമിനിയം. പ്യുവർ അലുമിനിയത്തിന് നമ്മൾ അലോയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു റൂഫിംഗ് ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്ത് ഒരു അലോയ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റൂ. ഈ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിനുള്ള അലോയ് മാനുഫാക്ചറിങ് റൂഫിംഗ് ഷീറ്റ് വെക്കുന്ന കമ്പനികൾ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ചോദ്യ ചിഹ്നമായി അവിടെ കിടക്കും. അലൂഷേഡ് നിങ്ങൾക്ക് നൽകുന്നത് വെറും ഒരു റൂഫിംഗ് അല്ല, അതൊരു മാനുഫാക്ചറുടെ പ്രോമിസാണ്.